ബഹുമാന്യനായ അധ്യക്ഷൻ ജനസംസ്കൃതിയുടെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ശ്രീ ശശികുമാർ, സംഘടനയുടെ ജനറൽ സെക്രട്ടറിയായി പിന്നീട് തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ശ്രീ ശ്രീനിവാസ്, സംഘടനയുടെ മറ്റ് ഭാരവാഹികളെ, പ്രവർത്തകരെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഇവിടെ സ്വാഗതം പറഞ്ഞുകൊണ്ട് സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇന്നലെ നമ്മൾ തുടങ്ങിവെച്ച ചർച്ചയുടെ ഒരു തുടർച്ച തന്നെയാണ് ഇന്നത്തേത്. ഇന്നലത്തേതുപോലെ തന്നെ സമയം ഒരു പ്രശ്നമാണ്. ഇന്നും 8:30 മണിക്ക് ഇവിടെ മറ്റൊരു പരിപാടി ഉള്ളതുകൊണ്ട് ഒഴിഞ്ഞു കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ദീർഘമായിട്ടുള്ള ഒരു വർത്തമാനത്തിന് അവസരമില്ല. കാരണം ഇതൊരു ചർച്ചയായി കൂടിയാണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ എനിക്ക് രാജ്യസ്നേഹത്തിന്റെ പുതിയ നിർവചനങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി പറയുവാനുള്ള കാര്യങ്ങൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് അവതരിപ്പിക്കണം എന്നാണ് വിചാരിക്കുന്നത്. തുടർന്ന് ചർച്ചയിലൂടെ ആ വിഷയത്തെ സംബന്ധിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും നിരീക്ഷണങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് അതിനെ സമ്പുഷ്ടമാക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുന്നു. സമയപരിമിതി കാരണം തന്നെ പ്രധാനമായും 3 കാര്യങ്ങൾ അവതരിപ്പിക്കാം എന്നാണ് കരുതുന്നത്. ഒന്ന്, എന്തുകൊണ്ടാണ് ഇന്ന് നമ്മൾ രാജ്യസ്നേഹത്തെ സംബന്ധിക്കുന്ന ഒരു ചർച്ച ജനാധിപത്യ വിശ്വാസികൾ എല്ലാവരും തന്നെ പല രീതിയിൽ ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നത്? എന്താണ് അതിന്റെ ഒരു സാഹചര്യം? 2, രാജ്യസ്നേഹത്തെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു ചർച്ച നടത്തുവാൻ ഇടയാക്കിയ സാഹചര്യത്തെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ രാജ്യസ്നേഹത്തെക്കുറിച്ച് കൂടുതൽ വാചാലമായിക്കൊണ്ടിരിക്കുന്ന സംഘടനകൾ അല്ലെങ്കിൽ വ്യക്തികൾ, അവർക്ക് രാജ്യസ്നേഹത്തെ സംബന്ധിച്ച്, ദേശീയതയെ സംബന്ധിച്ച്, ദേശാഭിമാനത്തെ സംബന്ധിച്ച്, ദേശഭക്തിയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ ചരിത്രം എന്താണ് പറയുന്നത്? എന്താണ് അവരുടെ പാരമ്പര്യം? എന്താണ് ഇന്ത്യയുടെ ദേശീയതയിൽ അവരുടെ സംഭാവന? മറ്റൊന്ന്, എന്താണ് അവരുടെ ഇത്തരത്തിലുള്ള വീണ്ടും ഉള്ള വാദഗതികളുടെ ഉദ്ദേശ്യം? ഇത് രണ്ടും ചേർത്തുകൊണ്ട് 2ാമത്തെ പോയിന്റ് അവതരിപ്പിക്കണം എന്ന് വിചാരിക്കുന്നു. 3ാമത്തേത്, ഇവർക്ക് അനുകൂലമായി ഇന്ന് ഇന്ത്യ രാജ്യത്ത് നിലനിൽക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? എന്താവണം നമുക്ക് ആ ഘടകങ്ങളോടുള്ള സമീപനം? ഈ രീതിയിൽ 3 കാര്യങ്ങൾ അവതരിപ്പിക്കാം, കുറഞ്ഞ സമയമെടുത്തുകൊണ്ട് എന്ന് വിചാരിക്കുന്നു. ഇവിടെ എനിക്ക് മുന്നേ സംസാരിച്ച 2 പേരും സൂചിപ്പിച്ചതുപോലെ, ഇന്നലെ നമ്മൾ പലതവണ വിശദീകരിക്കാൻ ശ്രമിച്ചതുപോലെ വളരെ സങ്കീർണമായിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാംസ്കാരിക സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ പറഞ്ഞല്ലോ, ബഹുസ്വരതയെ സംബന്ധിച്ച് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്നാണ് ഈ പ്ലൂറാലിറ്റി അഥവാ ബഹുസ്വരത എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ബഹുസ്വരതയെ ആസ്പദമാക്കി ആവണം സ്വാഭാവികമായും ഇന്ത്യയെ സംബന്ധിക്കുന്ന ഒരു ദേശീയതാ സങ്കല്പം രൂപപ്പെട്ടു വരേണ്ടത്. തീർച്ചയായും നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ദേശീയത വളരെ മൂർത്തമായിട്ടുള്ള ഒന്നല്ല. രാജ്യസ്നേഹം എന്ന് പറയുന്നത്, ഇതാ എന്റെ രാജ്യസ്നേഹം എന്ന് പറഞ്ഞുകൊണ്ട് എടുത്തു കാണിച്ചു കൊടുക്കുവാനോ തൊട്ടറിയുവാനോ കഴിയുന്ന വിധത്തിലുള്ള ഒന്നല്ല. അതുകൊണ്ട് തന്നെ അതൊരു സങ്കല്പമാണ്. എങ്ങനെയൊക്കെ ആ സങ്കല്പത്തെ വ്യാഖ്യാനിക്കാം, ദുർവ്യാഖ്യാനിക്കാം എന്ന് സ്വാതന്ത്ര്യ അനന്തര ഇന്ത്യയിൽ ഇത്രമാത്രം നമ്മൾ ഇന്ത്യയിലെ പൗരർ, ഇന്ത്യയിലെ ജനാധിപത്യം അനുഭവിച്ചിട്ടുള്ള മറ്റു സന്ദർഭങ്ങൾ ധാരാളമില്ല. സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇതുപോലെ വ്യാപകമായി രാജ്യസ്നേഹം പ്രകടിപ്പിക്കേണ്ടുന്ന,
ഇന്ത്യയിലെ ഓരോ പൗരരും, ഞാനും നിങ്ങളും അടങ്ങുന്ന ഇന്ത്യയിലെ ഓരോ പൗരനും പൗരയും തന്റെ രാജ്യസ്നേഹം വെളിപ്പെടുത്തേണ്ടുന്ന, ഞാൻ രാജ്യസ്നേഹിയാണ് എന്ന് വ്യക്തമാക്കി കൊടുക്കേണ്ടുന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ സങ്കീർണമായിട്ടുള്ള സാഹചര്യത്തിന്റെ ഏറ്റവും പ്രധാന സവിശേഷത എന്ന് പറയുന്നത്. ഈ ദേശീയതയെ, രാജ്യസ്നേഹത്തെ, ഞാൻ ഈ രാജ്യസ്നേഹത്തെ ഇന്ത്യയുടെ ദേശീയതയുമായി ബന്ധപ്പെടുത്തി കാണാനാണ് ആഗ്രഹിക്കുന്നത്. അതാണ് കൂടുതൽ ശരി എന്ന് വിചാരിക്കുന്നു. ഈ ദേശീയതയെ അല്ലെങ്കിൽ രാജ്യസ്നേഹത്തെ കേവലം സാംസ്കാരികമായിട്ടുള്ള പരിഗണന നൽകിക്കൊണ്ട് മാത്രം സമീപിക്കാൻ കഴിയുന്നതല്ല എന്നതാണ് യാഥാർത്ഥ്യം. പക്ഷെ ഇന്ന് നമുക്ക് മുന്നിൽ ഇന്ത്യയുടെ സാംസ്കാരിക പാരമ്പര്യത്തെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? വേദങ്ങളെ, പുരാണങ്ങളെ, ഇതിഹാസങ്ങളെ, ഉപനിഷത്തുകളെ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഭഗവത്ഗീത ദേശീയ ഗ്രന്ഥമായി അംഗീകരിക്കാൻ തയ്യാറുണ്ടോ? ഭാരത് മാതാ കി ജയ് എന്ന് വിളിക്കുവാൻ, ഉച്ചത്തിൽ വിളിക്കുവാൻ നിങ്ങൾ തയ്യാറുണ്ടോ? ഇതൊക്കെയാണ് ചോദ്യങ്ങളായി മുന്നോട്ട് വരുന്നതെങ്കിലും ഇതിൽ അധികവും സംസ്കാരവുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അതിനപ്പുറം രാഷ്ട്രീയവും സാമ്പത്തികവും സാമൂഹികവുമായ തലം ദേശീയതയെ സംബന്ധിച്ച്, രാജ്യത്തോടുള്ള നമ്മുടെ സ്നേഹത്തെ സംബന്ധിച്ച് ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. അത് വളരെ ബുദ്ധിപൂർവം തന്ത്രപരമായി മറച്ചുവെച്ചുകൊണ്ട് സംസ്കാരത്തെ മാത്രം മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഒരു വാദമാണ് രാജ്യസ്നേഹത്തെ സംബന്ധിച്ച് നിക്ഷിപ്ത താല്പര്യക്കാർ മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് അക്കാര്യത്തിൽ യാതൊരു നിക്ഷിപ്ത താല്പര്യവുമില്ല. വളരെ വസ്തുനിഷ്ഠമായ താല്പര്യമാണുള്ളത്. ഞാൻ ചില വാക്കുകൾ വളരെ ബോധപൂർവം ഉപയോഗിക്കുകയാണ്. ആ വാക്കുകളെ സംബന്ധിച്ച്, പ്രയോഗങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുവാൻ സമയം അനുവദിക്കില്ല എന്നുള്ളത് കൊണ്ട് അതിലേക്ക് പോകുന്നില്ല. ചർച്ചയുടെ ഭാഗമായി വേണമെങ്കിൽ അവസരം ലഭിക്കുകയാണെങ്കിൽ ആ വാക്കുകളും പ്രയോഗങ്ങളും വിശദീകരിക്കുകയും ചെയ്യാവുന്നതാണ്. നമ്മളെ സംബന്ധിച്ച് വളരെ വസ്തുനിഷ്ഠമായാണ് ഈ വസ്തുതയെ, ഈ സംവാദത്തെ അല്ലെങ്കിൽ ഈ പ്രവണതയെ നമ്മൾ സമീപിക്കുന്നത്. ദേശീയത എങ്ങനെയാണ് സാമ്പത്തികമായും സാമൂഹ്യമായും ദേശീയതയിൽ ഘടകങ്ങൾ ഉരുത്തിരിഞ്ഞു വരുന്നത് എന്ന് അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ഇന്ന് ഈ ചർച്ചയ്ക്ക് ആധാരമായ പ്രധാനപ്പെട്ട ചില സംഭവങ്ങളെ ഓർക്കേണ്ടി വരും. ആ സംഭവങ്ങൾ എന്ന് പറയുന്നത് സർവകലാശാലകളുമായി ബന്ധപ്പെട്ട, ഞാൻ അത് മാത്രമാണ് ഉദാഹരിക്കുന്നത്. അത് മാത്രമാണ് പ്രധാനമെന്നോ അത് മാത്രമാണ് സംഭവിച്ചതോ എന്നോ അതിനർത്ഥമില്ല. അത് മാത്രമാണ് ഉദാഹരിക്കുന്നത്. ഇപ്പോൾ ഹൈദരാബാദ് സർവകലാശാലയിൽ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ, അലിഗഡ് അടക്കമുള്ള മറ്റ് സർവകലാശാലകളിൽ എന്തുകൊണ്ട് വിദ്യാർത്ഥികൾ രാജ്യദ്രോഹികളായി മുദ്രകുത്തപ്പെടുന്നു? അവരെ പിന്തുണയ്ക്കുന്ന മറ്റ് ജനവിഭാഗങ്ങൾ, അധ്യാപകരടക്കമുള്ള, ബുദ്ധിജീവികൾ അടക്കമുള്ള വിഭാഗങ്ങൾ എന്തുകൊണ്ട് രാജ്യദ്രോഹികളായി മുദ്രകുത്തപ്പെടുന്നു എന്ന ചോദ്യത്തിന്റെ മറുപടിയിൽ തീർച്ചയായിട്ടും ദേശീയതയിൽ സാമ്പത്തിക ഘടകത്തിനും സാമൂഹ്യമായ ഘടകത്തിനും വലിയൊരു പങ്കുണ്ട് എന്ന് വ്യക്തമാവുകയാണ്. എന്താണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിൽ ഉയർന്ന മുദ്രാവാക്യം? ദാരിദ്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്നാണ്. പട്ടിണിയിൽ നിന്ന് സ്വാതന്ത്ര്യം എന്നാണ്. അസമത്വത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്നാണ്. ഈ ദാരിദ്ര്യം എന്ന് പറയുമ്പോൾ അതിനകത്ത് സാമ്പത്തികമായ ഘടകത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്ന് നമുക്കറിയാം. ഇന്ത്യയിലെ ദാരിദ്ര്യത്തെ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് മുതലാളിത്തമാണ് എന്നും മുതലാളിത്തത്തിന്റെ ഏറ്റവും പുതിയ തന്ത്രമായ, മുതലാളിത്തത്തിന്റെ പരമോന്നത ഘട്ടമായ സാമ്രാജ്യത്വ ഘട്ടത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പുതിയ തന്ത്രമായിട്ടുള്ള ആഗോളവൽക്കരണവും അതിന്റെ ഭാഗമായ നവലിബറൽ സാമ്പത്തിക നയങ്ങളുമാണ് എന്നത് വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ ദാരിദ്ര്യത്തിൽ നിന്ന് സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യത്തിനർത്ഥം നവലിബറൽ നയങ്ങൾക്കെതിരാണ് ഈ മുദ്രാവാക്യം എന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഈ നവലിബറൽ നയങ്ങൾക്കെതിരായ മുദ്രാവാക്യം മുഴങ്ങുമ്പോൾ ഈ സാംസ്കാരിക ദേശീയതയുടെ വക്താക്കൾ അസ്വസ്ഥരാകുന്നത്? ദേശീയത എന്ന് പറയുന്നതിന് സംസ്കാരവുമായി മാത്രമല്ല ഇവർ നൽകിയിരിക്കുന്ന ബന്ധം, അർത്ഥം എന്നുകൂടി അവർ വളരെ ശ്രദ്ധാപൂർവം, വളരെ കൃത്യമായി തന്നെയാണ് അതിനെ കാണുന്നത്. പക്ഷെ അവതരിപ്പിക്കപ്പെടുമ്പോൾ, മുന്നോട്ട് വയ്ക്കപ്പെടുമ്പോൾ ഇതിനെ ഇന്ത്യയുടെ സംസ്കാരവുമായി ബന്ധപ്പെടുത്തി മാത്രം അവതരിപ്പിക്കുവാനും അവർക്ക് കഴിയുന്നുണ്ട്. അത് പൊതുവെ ആ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. മുതലാളിത്തത്തിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്ന, ഇന്നലെ ഞാൻ പറഞ്ഞതായതുകൊണ്ട് അതിലേക്ക് പോകുന്നില്ല,
ലാഭം, ആ ലാഭത്തിന് വേണ്ടി എല്ലാത്തരം അസമത്വങ്ങളെയും വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ അത് വളരെ പ്രകടമാണ്. എല്ലാ മേഖലയിലും സാമൂഹികമായ അസമത്വം അടക്കം എല്ലാ തരത്തിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അത്തരം അസമത്വങ്ങൾ അവസാനിപ്പിക്കണം എന്ന മുദ്രാവാക്യമാണ് രാജ്യദ്രോഹികൾ എന്ന് മുദ്ര കുത്തുന്നതിന് അടിസ്ഥാനമായി മാറിയത് എന്ന് നമ്മൾ കാണുകയാണ്. മറ്റൊരു ഭാഗത്ത് ഇതിനോടൊപ്പം വളരെ സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, ഇന്ത്യയുടെ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാന അവകാശങ്ങളിൽ പെടുന്ന ഒന്നായ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം, ആ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുന്നു. ആ അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യത്തിന് ഏറ്റവും വലിയ കളമൊരുക്കേണ്ടത് നമ്മുടെ സർവകലാശാലകളാണ് എന്ന് നമുക്കറിയാം. ചോദ്യങ്ങൾ ഉന്നയിക്കുവാനും വിവിധങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുവാനും അത്തരം അഭിപ്രായങ്ങളിൽ നിന്ന് യുക്തിസഹമായിട്ടുള്ള നിഗമനങ്ങളിൽ എത്തിച്ചേരുവാനും അത്തരം നിഗമനങ്ങളിൽ എത്തുന്നതിന് വിദ്യാർത്ഥികളെ, യുവാക്കളെ പ്രേരിപ്പിക്കുവാനും കഴിയുന്ന ഇടങ്ങളാവണം സർവകലാശാല ക്യാമ്പസുകൾ എന്നതാണ് വളരെ വിശാലമായ തലത്തിലുള്ള വിദ്യാഭ്യാസത്തെക്കുറിച്ചും ക്യാമ്പസുകളെ കുറിച്ചുമുള്ള സങ്കല്പം എന്ന് പറയുന്നത്. അതിന് തടയിടുകയാണ്. അവിടെ നടന്നത് വധശിക്ഷയെ കുറിച്ചുള്ള ചർച്ചയാണ്. യാക്കൂബ് മേമന്റെ വധശിക്ഷയെക്കുറിച്ച് ഹൈദരാബാദ് സർവകലാശാലയിലും അഫ്സൽ ഗുരുവിന്റെ വധശിക്ഷയെ സംബന്ധിച്ച് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും നടന്ന ചർച്ചകൾ, ആ ചർച്ചകൾക്ക് തടസ്സം നിന്ന ഒരു വിദ്യാർത്ഥി സംഘടന, ആ വിദ്യാർത്ഥി സംഘടന നൽകിയ പരാതി, ഈ രണ്ട് സന്ദർഭങ്ങളിലും ഒരു പ്രത്യേക വിദ്യാർത്ഥി സംഘടനയുടെ പരാതിയിന്മേൽ ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന സർക്കാരിന്റെ രണ്ട് മന്ത്രാലയങ്ങൾ, ഒന്ന് മാനവ വിഭവശേഷി മന്ത്രാലയവും ഹൈദരാബാദ് സർവകലാശാലയുടെ കാര്യത്തിൽ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും നേരിട്ടിടപെടുകയാണ്. അങ്ങനെ നേരിട്ടിടപെട്ടുകൊണ്ട് ഒരിടത്ത് സർവകലാശാല അധികൃതരെ കൊണ്ടും മറ്റൊരിടത്ത് പോലീസിനെ കൊണ്ടും രാജ്യദ്രോഹികളെ ഇൻവെർട്ടഡ് കോമയിൽ രാജ്യദ്രോഹികളെ ശിക്ഷിക്കുകയാണ്. ഒരിടത്ത് 5 വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ മറ്റൊരു ഭാഗത്ത് രാജ്യദ്രോഹ കുറ്റം ചുമത്തിക്കൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്യുകയാണ്. അപ്പൊ ഇത് ചൂണ്ടിക്കാണിക്കുന്നത് ഭരണഘടനയുടെ തന്നെ മൗലികമായി ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന അവകാശങ്ങളെ ലംഘിക്കുവാൻ ഭരണകൂടം തന്നെ കൂട്ടുനിൽക്കുന്നു എന്നതാണ്. അപ്പൊ അത് മാത്രമല്ല അസ്വസ്ഥതയ്ക്ക് കാരണം ഈ അഭിപ്രായ സ്വാതന്ത്ര്യം, വളരെ പ്രകടമായിട്ടുള്ള വിവിധ വീക്ഷണങ്ങളിലുള്ള ചർച്ചകൾ നമ്മുടെ ക്യാമ്പസുകളിലും ജനാധിപത്യ സമൂഹത്തിനിടയിലും ഉയർന്നു വരുന്നത് നവലിബറൽ നയങ്ങൾക്ക് തടസ്സമാകുന്നു. ആ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വലിയ തടസ്സം സൃഷ്ടിക്കുന്നു എന്നതുകൂടിയാണ് എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് ഹൈന്ദവ വർഗീയത അഥവാ ഹിന്ദുത്വ തീവ്രവാദത്തിന് തടസ്സം നിൽക്കുന്നു, ഇവിടെ ഒരു ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കുന്നതിന് തടസ്സം നിൽക്കുന്നു ഇത്തരം മുദ്രാവാക്യങ്ങൾ എന്നത് മാത്രമല്ല, ഞാൻ പറഞ്ഞു വരുന്നത് ഈ വർഗീയത, ഹിന്ദുത്വ തീവ്രവാദം, ഹൈന്ദവ വർഗീയതയെ മുതലാളിത്തം അതിന്റെ നയങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി, അതിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് വേണ്ടി വളരെ സമർത്ഥമായി ഉപയോഗിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളിടത്താണ്. അത് ഇന്നത്തെ മോഡി ഗവൺമെന്റിന്റെ നയപരിപാടികൾ എങ്ങനെ നടപ്പിലാക്കപ്പെടുന്നു എന്നത് പരിശോധിക്കുമ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്രസ്താവന വളരെ വ്യക്തമാകുന്നുണ്ട്. അതിനെ ദേശീയതയായും രാജ്യസ്നേഹവുമായും കൂട്ടിയിണക്കിക്കൊണ്ട് രാജ്യദ്രോഹികളായും ദേശവിരുദ്ധരായും ചില ആളുകളെ പ്രഖ്യാപിക്കുവാൻ, അവരെ അതിനനുസരിച്ച് വേട്ടയാടുവാൻ വേണ്ടി ഉപയോഗിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഇവിടെ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് അത് ഒരുപാട് നിങ്ങളെല്ലാവരും തന്നെ ആ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരും നയിക്കുന്നവരും ഒക്കെ ആയിരിക്കും. എങ്കിൽ പോലും സാന്ദർഭികമായി അത് പറഞ്ഞു ഒന്ന് സൂചിപ്പിക്കാതെ പോകാൻ നിവൃത്തിയില്ല. പൊതുസമൂഹത്തിൽ ഇത് സ്വീകരിക്കപ്പെടുക, രാജ്യദ്രോഹികളായിട്ടുള്ള പാർലമെന്റ് ആക്രമണം, ബോംബെയിലെ ആക്രമണം, ഇത്തരം ആക്രമണങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള വ്യക്തികളെ, കുറ്റക്കാരെന്ന് കണ്ട വ്യക്തികളെ എന്തുകൊണ്ട് ശിക്ഷിക്കേണ്ടതാണല്ലോ. അവരെ വധിക്കുന്നതിൽ അത്രമാത്രം എന്ത് അപാകതയാണുള്ളത്? ഒരു പൊതുസമൂഹത്തിന്റെ പൊതുബോധം ഈ രീതിയിലാണ് അതിനെ ഉൾക്കൊള്ളുക. അപ്പോ അങ്ങനെ പൊതുബോധത്തിന് സ്വീകാര്യമായിട്ടുള്ള വിഷയങ്ങൾ ഈ നിലയിൽ നിൽക്കുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാകുന്നുണ്ട് ഈ മുതലാളിത്തത്തിനും വർഗീയതയ്ക്കും ഈ വിഷയത്തെ ഉപയോഗിക്കാൻ. അതാണ് കുറെ കൂടി സമർത്ഥമായിട്ടുള്ള തന്ത്രം എന്ന് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചത്. വളരെ സമർത്ഥമാണ് ഇത്. നമ്മുടെ അടക്കം ഇവിടെ കൂടിയിരിക്കുന്ന നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലടക്കം, നമ്മുടെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നൽ ഇല്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ ബോധപൂർവം മാറ്റിയെടുത്തതാണ് എന്നാണ് അർത്ഥം. എന്തുകൊണ്ട് യാക്കൂബ് മേമൻ വധശിക്ഷയ്ക്ക് വിധേയനായി കൂടാ? അയാൾക്ക് അർഹമായത് വധശിക്ഷയാണ്, അഫ്സൽ ഗുരുവിന് അർഹമായത് വധശിക്ഷയാണ് എന്ന പൊതുബോധം തന്നെയാണ് ഞാനും നിങ്ങളും അടക്കമുള്ളവരുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്നത്. അത് നമ്മൾ മാറ്റിയെടുത്തതാണ്.
അത് നമ്മൾ മാറ്റിയെടുത്തതിന് കാരണം നമ്മുടെ വസ്തുനിഷ്ഠമായിട്ടുള്ള വിലയിരുത്തലുകളിലൂടെയും വിശകലനങ്ങളിലൂടെയുമാണ്. ഇത് എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെയും ഉള്ളിലുണ്ട്, ഉണ്ടാകും, സ്വമേധയാ ഉണ്ടായിക്കോളും, സ്വാഭാവികമായി രൂപപ്പെട്ടോളും എന്ന് നമ്മൾ കരുതുന്നതിൽ അർത്ഥമില്ല. അത്തരം ഒരു പൊതുബോധത്തെ ഇല്ലാതാക്കുന്നതിൽ, ഒരു സാമാന്യ ബോധത്തെ ഇല്ലാതാക്കുന്നതിന് നമ്മൾ എങ്ങനെയാണോ മാറ്റിയെടുക്കാൻ ശ്രമിച്ചത് അതേ രീതിയിലുള്ള ഒരു പ്രവർത്തനം സമൂഹത്തിൽ നടത്തേണ്ടത് അത്യാവശ്യമാണ്. വധശിക്ഷ ജുഡീഷ്യറി നടത്തുന്ന കൊലപാതകമാണ് എന്ന നിലയിലുള്ള ചർച്ചകൾ സാർവദേശീയ തലത്തിൽ തന്നെ വ്യാപകമാണ്. അപ്പൊ അത് ഇന്ത്യയെ സംബന്ധിച്ച് മാത്രമുള്ള ഒരു പ്രശ്നമോ അല്ലെങ്കിൽ ഇവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കിയതിലുള്ള പ്രതിഷേധമോ ആയി സങ്കുചിതപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. സാർവദേശീയ തലത്തിൽ തന്നെ വധശിക്ഷ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് ചർച്ചകൾക്ക് സ്പേസ് ഉണ്ടായിരിക്കെ, ഇടമുണ്ടായിരിക്കെ എന്തുകൊണ്ട് ഇന്ത്യയിൽ അത് നിഷേധിക്കപ്പെടുന്നു? ഇന്ത്യൻ പൊതുബോധത്തെ ഈ രീതിയിൽ മോൾഡ് ചെയ്ത് വാർത്തെടുക്കുവാൻ കഴിയുന്നുണ്ട് ഭരണകൂടത്തിന് എന്നതിന്റെ ഏറ്റവും വലിയ ദൃഷ്ടാന്തമാണ് അതിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ചർച്ചകൾ എന്ന് പറയുന്നത്. അതിന് ലഭിക്കുന്ന ഇതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ തീർച്ചയായിട്ടും ഇതാണോ സർവകലാശാലകൾ ചർച്ച ചെയ്യേണ്ടുന്ന വിഷയം എന്ന നിലയിൽ ഇതിനെ കണ്ടുകൊണ്ട് ഇതിനെതിരായി രൂപപ്പെടുന്ന ഒരു അഭിപ്രായ സ്വീകാര്യത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു പൊതുബോധ നിർമ്മിതിയുടെ ഭാഗമായി സംഭവിക്കുന്നതാണ്. അതിനെ മറികടക്കുവാനുള്ള ശ്രമം വളരെ ബോധപൂർവം, വളരെ കരുത്തോടുകൂടി അത് നടത്തുവാനുള്ള ഉത്തരവാദിത്വം കൂടി ഈ ചർച്ച നടത്തുന്ന നമുക്കുണ്ട് എന്ന് സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്. ഇവിടെ ഈ ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ കാശ്മീർ കവി ആഗാ ഷാഹിദ് അലി അദ്ദേഹത്തിന്റെ ദ കൺട്രി വിതൗട്ട് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ആ കവിതയുടെ പേരാണല്ലോ ഒരു ദിനത്തിന് വേണ്ടി തെരഞ്ഞെടുത്തത് ചർച്ച നടത്താൻ. അതും ഇപ്പോ അറസ്റ്റ് ചെയ്യപ്പെട്ട രാജ്യദ്രോഹിയായി മുദ്രകുത്തപ്പെട്ട വിദ്യാർത്ഥികൾ, കനയ്യകുമാർ അടക്കമുള്ള വിദ്യാർത്ഥികളല്ല ആ ചർച്ച സംഘടിപ്പിച്ചത് എന്ന് നമുക്കറിയാം. അത്തരമൊരു ചർച്ച അവിടെ നടക്കുമ്പോൾ അത് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചപ്പോ ആ തടസ്സത്തിന് എതിരെ നിന്നുകൊണ്ട് ജനാധിപത്യപരമായ ചർച്ചകൾ നടക്കണമെന്ന് വാദിക്കുകയാണ് ഇവർ ചെയ്തത് എന്ന് നമുക്കറിയാം. ഈ ദ കൺട്രി വിത്തൗട്ട് പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന ആ തലക്കെട്ടിനോട്, ആ കവിതയോട് എന്തുകൊണ്ടാണ് വിരോധം? കാശ്മീരിൽ 90കളിൽ നടന്ന വലിയ കലാപം, ആ കലാപത്തിന്റെ ഭാഗമായി അവിടെ സംഭവിച്ച അനാഥത്വം, സ്ത്രീകളും കുട്ടികളും അടക്കം അനുഭവിച്ച അനാഥത്വം, അവിടെ തകർന്നുപോയ എല്ലാ സംവിധാനങ്ങളും, പൊതുവിതരണ സംവിധാനം, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷനിൽ സംഭവിച്ച തകരാറ്, ഇതെല്ലാം സൃഷ്ടിച്ച ഒരു ദുരിതപൂർണമായ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണല്ലോ ഈ കവിത എഴുതുന്നത്. ആ കവിതയ്ക്ക് തീർച്ചയായിട്ടും അവിടെ ഒരു പ്രസക്തി എന്ന് പറയുന്നത് അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയതിനു ശേഷം 2 ദിവസം കഴിഞ്ഞിട്ടാണ് പോസ്റ്റ് ഓഫീസ് ഇല്ലാത്ത ഒരു നാട് എന്നതുപോലെ അതിന്റെ കമ്മ്യൂണിക്കേഷൻ അദ്ദേഹത്തിന്റെ കുടുംബത്തിന് എത്തുന്നത്. അപ്പൊ വളരെ പ്രതീകാത്മകമായി, എത്ര സർഗാത്മകമായിട്ടാണ് ആ വിദ്യാർത്ഥികൾ ഈ പേര് ആ പരിപാടിക്ക് വേണ്ടി തെരഞ്ഞെടുത്തത് എന്നുകൂടി നമ്മൾ കാണണം. അപ്പൊ അത്തരം സർഗാത്മകതകളെ അടക്കം, പ്രതീകാത്മകതകളെ അടക്കം ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിലാണ് രാജ്യദ്രോഹികളായി മുദ്രകുത്തിക്കൊണ്ട് സ്വതന്ത്രമായിട്ടുള്ള അഭിപ്രായങ്ങളെ നിഷേധിക്കുവാൻ ശ്രമം നടക്കുന്നത്. ഇത് വളരെ വ്യാപകമാണ്. ഞാൻ സർവകലാശാലകളിലെ സംഭവങ്ങൾ വളരെ ചുരുക്കി ഉദാഹരണമായി ഈ കാര്യം മാത്രം സൂചിപ്പിക്കുകയാണ്. രാജ്യവ്യാപകമായി അത് പ്രകടമാണ്. ബുദ്ധിജീവികളുടെ കാര്യത്തിൽ, അക്കാദമിക് പണ്ഡിതന്മാരുടെ കാര്യത്തിൽ, ആക്ടിവിസ്റ്റുകളുടെ കാര്യത്തിൽ ഒക്കെ ഇത്തരം ഇടപെടലുകൾ നടക്കുന്നുണ്ട് എന്നതാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം. ഇനി ആരാണ് ഇതിന് രാജ്യസ്നേഹികളായി നമ്മളെ കാണാൻ ആഗ്രഹിക്കുന്നത്? ആരാണ് ഈ രാജ്യസ്നേഹത്തിന് വേണ്ടി ഇത്രമാത്രം വാദിച്ചു കൊണ്ടിരിക്കുന്നത്? അത് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇതിലെ ഒരു വൈരുദ്ധ്യം വളരെ പരിഹാസ്യമായ വിധത്തിൽ ചരിത്രത്തിൽ നിന്ന് എഴുന്നേറ്റ് വരുന്നത് നമുക്ക് കാണാം. ഈ വൈരുദ്ധ്യം എന്ന് പറയുന്നത് RSS ആണ്. RSS നേതൃത്വം നൽകുന്ന, RSSന്റെ ആശയങ്ങളാൽ നയിക്കപ്പെടുന്ന BJP ഗവൺമെന്റും അതിന്റെ പ്രതിനിധികളും, അതും ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളുമാണ് രാജ്യസ്നേഹികളായി മുന്നോട്ട് വരുന്നത് എന്ന് കാണുക. രാജ്യസ്നേഹം ഒരു ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് തീർച്ചയായും പ്രകടമാക്കേണ്ടതാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും തന്നെ 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഇന്ത്യ എന്റെ രാജ്യമാണ്, എല്ലാ ഇന്ത്യക്കാരും എന്റെ സഹോദരന്മാരാണ് എന്ന പ്രതിജ്ഞ എത്ര തവണ ചൊല്ലിയിട്ടുണ്ടാവും? ഓർമ്മയില്ല. 1 മുതൽ 10ാം ക്ലാസ് വരെ എല്ലാ ദിവസവും അസംബ്ലിയിൽ നിന്നുകൊണ്ട്, ഇല്ലെങ്കിൽ ക്ലാസ് മുറികളിലെങ്കിലും നിന്നുകൊണ്ട്, പൊതു അസംബ്ലിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ക്ലാസ്സിലെങ്കിലും ദേശീയ ഗാനം കേൾക്കുമ്പോൾ എഴുന്നേറ്റ് നിൽക്കുകയും അറ്റൻഷനായി നിൽക്കുകയും, ഒപ്പം ഈ പ്രതിജ്ഞ ചൊല്ലുന്ന സമയത്ത് ക്ലാസ് മുറിയിൽ എഴുന്നേറ്റ് നിന്ന്
പ്രതിജ്ഞ ചൊല്ലുകയും ചെയ്യണം എന്നത് നിർബന്ധമായിരുന്നു. ഇന്ത്യൻ സൈനികരോടുള്ള നമ്മുടെ ആദരവ് പല പല സന്ദർഭങ്ങളിൽ നമ്മൾ അറിയാതെ തന്നെ അബോധതലത്തിൽ തന്നെ നമ്മൾ അത് പ്രകടമാക്കിയിട്ടുണ്ട്. ഈ രീതിയിൽ ഓരോരുത്തരും അവരുടെ ദേശീയത പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന, ദേശസ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന, രാജ്യത്തോടുള്ള ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് ഇന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ നിങ്ങൾ എത്രമാത്രം രാജ്യസ്നേഹിയാണ്, നിങ്ങളുടെ രാജ്യസ്നേഹത്തിന്റെ അളവെത്ര എന്ന നിലയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് നേരെ ഉന്നയിക്കുന്നത് RSS ആണ്. RSS നേതൃത്വം നൽകുന്ന, RSS തന്നെയാണല്ലോ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ രാജ്യത്തെ ഗവൺമെന്റിനെ. RSS ആണ്. ഈ RSSന് ഇതിനുള്ള യോഗ്യത എന്ത് എന്ന് പരിശോധനയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ പരിഹാസത്തോടുകൂടി ചരിത്രം നമ്മളെ നോക്കി ചിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹിന്ദു മഹാസഭ സ്വാതന്ത്ര്യ സമരകാലത്ത് രൂപം കൊണ്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന ഹിന്ദു മഹാസഭയ്ക്കോ അതിന്റെ തുടർച്ചയിൽ 1925 ഇന്ത്യ രാജ്യത്ത് രൂപം കൊണ്ട RSSനോ ഏത് തരത്തിലാണ് ഇന്ത്യയുടെ ദേശീയതയിൽ സംഭാവന, ഏത് തരത്തിലാണ് ഇവർ നൽകിയിട്ടുള്ളത് എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ പരിഹാസ്യതയുടെ മൂർച്ച നമുക്ക് അനുഭവപ്പെടുന്നത്. ഞാൻ ഇന്നലെ അതുകൊണ്ടാണ് സൂചിപ്പിച്ചത്, ചരിത്രത്തിലേക്ക് പോവാതെ രക്ഷയില്ല എന്നുള്ള അവസ്ഥയിലാണ് നമ്മൾ. വർത്തമാനകാല സംഭവങ്ങളെ മാത്രം ആസ്പദമാക്കിക്കൊണ്ട് നമുക്ക് ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ കഴിയാത്തൊരു സ്ഥിതിയുണ്ട്. കാരണം വർത്തമാനകാല സംഭവങ്ങളിൽ ഈ നേരത്തെ പറഞ്ഞ വളരെ വിപുലമായി രൂപപ്പെട്ടിരിക്കുന്ന, ആഴത്തിൽ രൂപപ്പെട്ടിരിക്കുന്ന ഈ പൊതുബോധം ഇത്തരം വർഗീയവാദികൾക്ക് വലിയ പിന്തുണയാണ്. ആ പൊതുബോധത്തെ തകർക്കണമെന്നുണ്ടെങ്കിൽ ചരിത്രത്തിൽ നിന്നാണ് നമ്മൾ ആയുധം ശേഖരിക്കേണ്ടത്. ചരിത്രമാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു സ്രോതസ്സായി നിൽക്കുന്നത് എന്ന് നമ്മൾ കാണുന്നു. അങ്ങനെ വരുമ്പോൾ ഈ പരിശോധനയിൽ ഒരുപാട് പിന്നോട്ടൊന്നും പോകണ്ട. ഒരുപാട് പിന്നോട്ട് പോയാൽ തന്നെ ധാരാളം നമുക്ക് പറയാനുണ്ട്. വർണ്ണാശ്രമ ധർമ്മം, ചാതുർവർണ്ണ്യം, അതിന്റെ ഭാഗമായി രൂപപ്പെട്ട ജാതി വ്യവസ്ഥ, ഈ ജാതി വ്യവസ്ഥയുടെ ഭാഗമായി നിലനിന്ന അനാചാരങ്ങൾ, ആ ജാതികൾക്കുള്ളിൽ നിന്ന സംഘടനകൾ, ജാതികൾ തമ്മിൽ നടന്ന സംഘർഷങ്ങൾ, ആ സംഘർഷങ്ങളുടെ ഒക്കെ ലോകത്ത് രൂപപ്പെട്ട വൈദേശിക ആധിപത്യം. മാർക്സ് പറയുന്നുണ്ടല്ലോ, ഒരു സമൂഹത്തിൽ നിലനിൽക്കുന്ന ആന്തരിക സംഘർഷങ്ങൾ, ആഭ്യന്തര സംഘർഷങ്ങൾ നിലനിൽക്കുന്ന ഒരു സമൂഹത്തെ കീഴടക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമാണ് എന്ന്. അതാണ് ഇന്ത്യയിൽ സംഭവിച്ചത് എന്ന് മാർക്സ് ഇന്ത്യയുടെ ചരിത്രത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യയിൽ വിദേശ ആധിപത്യം സാധ്യമായി തീർന്നത്? എളുപ്പത്തിൽ സാധ്യമായി തീർന്നതിന് കാരണം ഇന്ത്യയുടെ ഉള്ളിൽ തന്നെ നിലനിന്നിരുന്ന ആഭ്യന്തര വൈരുദ്ധ്യങ്ങളും സംഘർഷങ്ങളുമാണ് എന്ന് അദ്ദേഹം തെളിവ് സഹിതം വ്യക്തമാക്കുന്നു. അതിൽ പ്രധാനമാണ് ജാതി. ഈ ജാതി വ്യവസ്ഥ അതിന്റെ ആധാരമായി കാണുന്നത് മനുസ്മൃതിയെയാണ്. ഈ മനുസ്മൃതിയെയാണ് ഇന്ത്യയുടെ ഭരണഘടനയാക്കി മാറ്റുവാൻ, ഹിന്ദു രാഷ്ട്രത്തിന്റെ ഭരണഘടനയാക്കി മാറ്റുവാൻ RSS ശ്രമിക്കുന്നത്. അപ്പൊ അതായത് വർണ്ണാശ്രമ ധർമ്മം വീണ്ടും കൊണ്ടുവരുവാനും അതിലൂടെ ചാതുർവർണ്ണ്യവും ജാതി വ്യവസ്ഥയും പഴയ അതേ രീതിയിൽ, ഇന്ന് മാറി എന്നല്ല അർത്ഥം, പഴയ അതേ തീവ്രതയോടുകൂടി രൂപപ്പെടുത്തി നടപ്പിലാക്കുവാനും അതിന് മനുസ്മൃതിയെ ആധാരമാക്കിയുള്ള നിയമങ്ങൾ രൂപപ്പെടുത്തുവാനുമാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഈ ജാതി വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്ന, അതിനെ തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഹിന്ദു മഹാസഭയും തുടർന്ന് 1925 രൂപപ്പെട്ട RSSഉം, 1925 എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലമാണ്. 2 പതിറ്റാണ്ടാകുന്നതിന് മുമ്പ്, 25-ന് ശേഷം 2 പതിറ്റാണ്ട് കഴിഞ്ഞപ്പോഴേക്കും ഇന്ത്യ സ്വതന്ത്രയാവുകയാണ്. അപ്പോ ആ കാലയളവിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ എന്തു പങ്കാണ് RSS വഹിച്ചിട്ടുള്ളത്? നമ്മളെല്ലാവരും ചരിത്രം സ്കൂൾ തലത്തിലെങ്കിലും പഠിച്ചിട്ടുള്ളവരാണ്. ചരിത്രത്തോടുള്ള താല്പര്യം കാരണം പിന്നീട് വായനയും അത്തരത്തിലുള്ള പഠനങ്ങളും നടത്തിയിട്ടുള്ളവരും ഉണ്ടാകും. ഈ ചരിത്ര പുസ്തകങ്ങളിൽ ആധികാരികമായ ചരിത്രരേഖകൾ, കൃത്യമായ വസ്തുനിഷ്ഠമായ ചരിത്ര വസ്തുതകളല്ല നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിട്ടുള്ളത് എങ്കിൽ പോലും അത്തരത്തിൽ തമസ്കരിക്കപ്പെടുകയോ വക്രീകരിക്കപ്പെടുകയോ ചെയ്തുകൊണ്ട് നമ്മുടെ മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട ചരിത്രരേഖകളിൽ പോലും RSS എന്ന് പറയുന്ന രാഷ്ട്രീയ സ്വയം സേവക്, ആ പേര് തന്നെ എത്ര സമർത്ഥമായിട്ടാണ് ഉപയോഗിക്കുന്നത് എന്ന് നോക്കുക. ആഗോളവൽക്കരണം എന്ന് പറയുന്നത് പോലെ തന്നെ, ആഗോളവൽക്കരണം എന്ന് കേൾക്കുമ്പോൾ ഒരു സാമാന്യ അർത്ഥം മനസ്സിലാകുന്ന, അതിന്റെ രാഷ്ട്രീയം അറിയാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ആഗോളവൽക്കരണം എന്താ? വളരെ നല്ലൊരു ആശയമാണ്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുന്നത് പോലെ, വസുധൈവ കുടുംബകം എന്ന് പറയുന്നത് പോലെ, വസുധൈവ കുടുംബകം എന്ന് പറയുന്നത് പോലെ സാർവദേശീയമായിട്ടുള്ള ഒരു വിധാനമാണ്, ഒരു തലമാണ് ഈ ആഗോളവൽക്കരണം എന്ന് പറയുന്ന. അതിനെ ആഗോളീകരണം എന്ന് രാഷ്ട്രീയമില്ലാതെ പ്രയോഗിച്ചു വരുന്നുണ്ട്.
ആഗോളീകരണം വളരെ സ്വാഭാവികമായി സംഭവിക്കുന്ന ഒന്നാണ് ആഗോളീകരണം എന്ന് പറയുന്നത്. ആഗോളവൽക്കരണം എന്ന് പറയുമ്പോൾ വളരെ ബോധപൂർവം നടത്തുന്ന ഒന്നാണ്. രാഷ്ട്രീയം തിരിച്ചറിയുന്നവർ ആഗോളവൽക്കരണം എന്നാണ് പ്രയോഗിക്കേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ആഗോളവൽക്കരണം പോലെ തന്നെയാണ് രാഷ്ട്രീയ സ്വയം സേവനം. രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സേവിക്കുക, സന്നദ്ധ സേവകരാണ്, വോളണ്ടിയറാണ്. അപ്പൊ അങ്ങനെ നിൽക്കുന്നവർ, ആ പേര് ആ രീതിയിൽ നിൽക്കുമ്പോൾ ഈ രാഷ്ട്രത്തിന് വേണ്ടി എന്ത് സ്വയം സേവനമാണ് RSS എന്ന് പറയുന്ന സംഘടന അതിന്റെ രൂപീകരണത്തിന് ശേഷം നടത്തിയിട്ടുള്ളത്. അതിന്റെ രൂപീകരണത്തിന് മുമ്പാണ് വീര സവർക്കർ എന്ന് RSS വിശേഷിപ്പിക്കുന്ന, അവരുടെ സൈദ്ധാന്തിക ആചാര്യനായി വിശേഷിപ്പിക്കുന്ന VD സവർക്കർ, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്നത് RSS രൂപപ്പെടുന്നതിന് മുമ്പാണ്. ബ്രിട്ടനിൽ നിന്നുകൊണ്ട് ഇന്ത്യയുടെ വിമോചനത്തിന് വേണ്ടി അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചതിന്റെയും പിന്നീട് ലണ്ടനിൽ വെച്ച് ബോംബ് നിർമ്മാണം അഭ്യസിച്ചതിന്റെയും ഒരു പാരീസിൽ വെച്ച് ഒരു ഇന്ത്യൻ എംബസിയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനെ സവർക്കർ അടങ്ങുന്ന ഒരു സംഘം കൊലപ്പെടുത്തിയതിന്റെയും, കൊല ചെയ്തത് സവർക്കർ ആയിരുന്നില്ല, ആ സംഘം കൊലപ്പെടുത്തിയതിന്റെയും ഒക്കെ പശ്ചാത്തലം വീര സവർക്കർക്ക് ഉണ്ട്. ആ പശ്ചാത്തലത്തിലാണ് ഈ കൊലപാതകത്തെ തുടർന്ന് VD സവർക്കർ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അറസ്റ്റ് ചെയ്ത് കപ്പലിൽ കൊണ്ടുവരുന്ന വഴിക്കാണ് അദ്ദേഹം, ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്, എനിക്ക് ഓർമ്മിക്കുവാൻ വേണ്ടി കൂടി പറയുന്നു എന്ന് കരുതിയാൽ മതി. ആ സന്ദർഭത്തിലാണല്ലോ അദ്ദേഹം കപ്പലിൽ നിന്ന് കടലിലേക്ക് എടുത്തു ചാടുന്നത്. കടലിലേക്ക് എടുത്തു ചാടി ഫ്രാൻസിന്റെ മണ്ണിൽ അഭയം തേടി ഫ്രാൻസിൽ നിന്നാണ് പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഫ്രാൻസിൽ നിന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട അദ്ദേഹത്തെ ആൻഡമാനിലേക്ക് ജീവപര്യന്തം നാടുകടത്തുകയാണ് ബ്രിട്ടീഷ് ഭരണകൂടം ചെയ്തത്. ആൻഡമാനിൽ ജീവപര്യന്തം ജയിലിൽ കഴിയുന്ന അവസ്ഥയിലാണ് അദ്ദേഹത്തിന് ഒരു പുനരാലോചന ഉണ്ടാകുന്നത്. ഈ സമയത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വളരെ ആവർത്തിച്ച് അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി ബ്രിട്ടീഷ് സർക്കാരിനെ സമീപിച്ചുകൊണ്ടിരുന്ന സമയമാണ് എന്നുകൂടി ഓർക്കണം. കാരണം ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഉള്ള ശ്രമങ്ങളിൽ ഏർപ്പെട്ടിരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി ഒരു ബന്ധം സൂക്ഷിച്ചിരുന്ന വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ മോചനത്തിന് വേണ്ടി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു പുനരാലോചനയ്ക്ക് വിധേയനായി മാപ്പപേക്ഷ VD സവർക്കർ കൊടുക്കുന്നത്. ഈ RSSന്റെ ചരിത്രത്തിൽ 25 രൂപപ്പെട്ടതെങ്കിലും അതിനുശേഷം സവർക്കർ നൽകിയ സംഭാവനകളാണ് RSSനെ വളർത്തിയത് എന്ന് നമുക്കറിയാം. അപ്പോ അതിൽ ആ രീതിയിൽ വളർത്തുന്നതിൽ പങ്കാളിയായിരുന്ന സവർക്കർ RSS രൂപീകരിക്കുന്നതിന് മുമ്പ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിയായതിന്റെ ഒരേ ഒരു തെളിവ് മാത്രമാണ്, അല്ലെങ്കിൽ ഒരേ ഒരു സന്ദർഭം മാത്രമാണ് ഈ സൂചിപ്പിച്ചത്. വളരെ ചുരുക്കി ഞാൻ സൂചിപ്പിച്ചത്. ഈ സന്ദർഭത്തിൽ അദ്ദേഹം നൽകിയ മാപ്പപേക്ഷ എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ ഖേദിക്കുന്നു. നിയമവും ഭരണഘടനയും അനുസരിക്കുക എന്റെ കടമയാണ്. എന്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഭാവിയിൽ എന്നെ അനുവദിക്കുകയാണെങ്കിൽ പുനരുത്ഥാനത്തെ ഒരു വിജയത്തിൽ എത്തിക്കുവാൻ വേണ്ടി ഞാൻ ശ്രമിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം മാപ്പപേക്ഷ നൽകുന്നത്. വളരെ ഇത് ഒരു അനുകൂല ഘടകമാണ് പല അർത്ഥത്തിലും എന്ന് തിരിച്ചറിഞ്ഞ ബ്രിട്ടീഷ് ഭരണകൂടം അദ്ദേഹത്തെ വിട്ടയക്കുകയാണ്. ആ മാപ്പപേക്ഷ സ്വീകരിക്കുകയും അദ്ദേഹത്തെ വിട്ടയക്കുകയുമാണ് ചെയ്തത്. വിട്ടയച്ചതിനു ശേഷം ഏത് തരത്തിലാണ് അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത്? ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം വളരെ നയപരമായിട്ടാണ് അവർ ഇന്ത്യയിലെ ദേശീയ സ്വാതന്ത്ര്യ സമരത്തെ, ദേശീയ വിമോചന സമരത്തെ കൈകാര്യം ചെയ്തത് എന്ന് നമുക്കറിയാം. ഈ ജാതീയമായിട്ടുള്ള സംഘർഷങ്ങളും ആഭ്യന്തര സംഘടനകളും നിലനിൽക്കുമ്പോൾ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം ശക്തമായതോടുകൂടി ദേശീയ വികാരം എന്ന ഒന്ന് രൂപപ്പെട്ടിട്ടുണ്ട് എന്നറിയാം നമുക്ക്. അതില് ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ലാതെ, ഭാഷാ വ്യത്യാസങ്ങളില്ലാതെ മുഴുവൻ മനുഷ്യരും ഞങ്ങൾ ഇന്ത്യക്കാരാണ് എന്ന നിലയിൽ ഒത്തുചേർന്ന ഒരു സന്ദർഭം അവിടെയുണ്ട്. പക്ഷെ ആ സന്ദർഭത്തിലും ദേശീയ പ്രസ്ഥാനത്തിന്റെയും രാഷ്ട്രീയ സംഘടനകളുടെയും നേതാക്കളുടെ ഉള്ളിൽ ഈ ഐക്യം അത്രമാത്രം ഉണ്ടായിരുന്നില്ല എന്ന തിരിച്ചറിവ് ബ്രിട്ടീഷുകാർക്ക് വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ തിരിച്ചറിവുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അവിടെയാണ് വർഗീയതയെ അവർ ഉപയോഗിച്ചത് എന്നും നമുക്കറിയാം. ഇസ്ലാമിക ദേശീയത, ഹൈന്ദവ ദേശീയത എന്ന നിലയിൽ ഹിന്ദുക്കളുടെ ഒരു ജിന്നയായി സവർക്കറെ കാണുവാൻ, അല്ലെങ്കിൽ ഗോൾവാൾക്കറെ കാണുവാൻ ഒക്കെ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചത് അത്തരമൊരു സന്ദർഭത്തിലാണ്. അതിനൊക്കെ ചരിത്രം ഒരുപാട് തെളിവ് നൽകുന്നുണ്ട്. ഇന്ത്യ സ്വതന്ത്രമാവുകയാണെങ്കിൽ വീണ്ടും ഗുപ്ത സാമ്രാജ്യവും മൗര്യ സാമ്രാജ്യവും യാഥാർത്ഥ്യമാകും എന്നു കരുതിയ വ്യക്തികൾ ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ അമരക്കാരായി ഉണ്ടായിരുന്നു.
ഇന്ത്യ സ്വതന്ത്രമാവുകയാണെങ്കിൽ മുഗൾ സാമ്രാജ്യം വീണ്ടും സ്ഥാപിക്കാം എന്നു കരുതിയ നേതാക്കളും ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തുണ്ടായിരുന്നു. ജനാധിപത്യം യാഥാർത്ഥ്യമാവണം എന്ന് കരുതിയവർ പിന്നീടാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവരുടെ സ്ഥാനം മൂന്നാമതായിട്ടാണ് ബ്രിട്ടീഷുകാരുടെ. അത് അപകടമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ രണ്ട് വർഗീയതയെയും വളരെ സമർത്ഥമായി ഉപയോഗിക്കുകയാണ് അവർ ചെയ്തത്. അത്തരമൊരു സന്ദർഭത്തിലാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അഭ്യർത്ഥന വിട്ടയക്കണമെന്നുള്ള അഭ്യർത്ഥനയെ നിരാകരിക്കുമ്പോൾ തന്നെ സവർക്കറുടെ മാപ്പപേക്ഷ സ്വീകരിച്ചുകൊണ്ട് ഒരു ഹിന്ദു ജിന്നയായി അദ്ദേഹത്തെ കാണുവാൻ അവർക്ക് സാധിച്ചതും ആ രീതിയിൽ വിട്ടയക്കപ്പെട്ടതും 1942 സംഭവിക്കുന്നത് അതിനുശേഷമാണ്. അതിനു മുമ്പ് തന്നെ വിചാരധാരയിൽ രേഖപ്പെടുത്തപ്പെടുന്നു. വിചാരധാരയിൽ എഴുതുന്നു, ഗോൾവാൾക്കർ എഴുതുന്നുണ്ട്, എന്താണ് RSSനും ഇപ്പോ BJPക്കും സാമ്രാജ്യത്വത്തോട് മുതലാളിത്തത്തോട് ഉള്ള സമീപനം എന്ന് വ്യക്തമാക്കുന്നു. വിചാരധാര അവരുടെ ആധികാരിക ഗ്രന്ഥമാണ്. വിചാരധാരയിൽ പറയുന്നു, വൻ മത്സ്യം ചെറു മത്സ്യങ്ങളെ വിഴുങ്ങുക എന്ന് പറയുന്നത് ഒരു പ്രകൃതി നിയമമാണ്. അതുകൊണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഇന്ത്യ പോലെയുള്ള ചെറിയ രാഷ്ട്രത്തിനുമേൽ ആധിപത്യം സ്ഥാപിച്ചിരിക്കുക എന്ന് പറയുന്നതിൽ ഒരു അത്ഭുതവുമില്ല. അതിൽ അതിശയത്തിന് വഴിയില്ല. പ്രകൃതി നിയമത്തോട് മല്ലിടുക എന്ന് പറയുന്നത് തികഞ്ഞ ഭ്രാന്താണ്. എന്താണ് അർത്ഥം? ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് തികഞ്ഞ ഭ്രാന്താണ്. ഇതായിരുന്നു സമീപനം. രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. ഇതാണ് സമീപനം. ഈ സമീപനത്തോടുകൂടി 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തെ സമീപിക്കുമ്പോൾ, ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിന്റെ കാലത്ത് എന്താണ് RSS സ്വീകരിച്ചത്? സവർക്കർ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് നൽകുന്ന ഒരു നിർദ്ദേശം കാണുക. മഹാത്മാഗാന്ധി സർക്കാർ സർവീസിലുള്ള എല്ലാ ഇന്ത്യക്കാരും അതിൽ നിന്ന് പിന്മാറണം എന്ന നിർദ്ദേശം കൊടുക്കുമ്പോൾ സവർക്കർ നൽകുന്ന നിർദ്ദേശം, എല്ലാ ഹിന്ദു സംഘടനക്കാർക്കും ഞാൻ നൽകുന്ന നിർദ്ദേശം, പൊതുവെ ഏതെങ്കിലും തസ്തികയിലോ സ്ഥാനത്തോ ഗവൺമെന്റ് സർവീസിൽ തുടരുന്നവർ അവരുടെ റെഗുലർ ഡ്യൂട്ടിയിൽ തുടരണമെന്നും കടമ കൃത്യമായി നിർവഹിക്കണം എന്നുമാണ്. ഇതാണ് നൽകുന്ന സന്ദേശം. ഇതെന്തുകൊണ്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ, ഇതാണ് ദേശീയതയ്ക്കു വേണ്ടി നൽകിയിട്ടുള്ള സംഭാവന, അല്ലെങ്കിൽ ഇതാണ് രാജ്യസ്നേഹം. ഈ രാജ്യസ്നേഹം പ്രകടിപ്പിച്ചവരാണ് ഇപ്പോൾ രാജ്യസ്നേഹികൾ ആര് എന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നത്. ഇത് മാത്രമല്ല, 1947 സ്വാതന്ത്ര്യം ലഭിച്ചതിനു ശേഷം ഓർഗനൈസർ എന്ന് പറയുന്ന മാസിക പ്രസിദ്ധീകരണം, ആ പ്രസിദ്ധീകരണത്തിൽ VD സവർക്കർ തന്നെ എഴുതുന്നു, എന്താണ്? അബദ്ധത്തിൽ സ്വാതന്ത്ര്യം നേടിയ ചിലർ, അബദ്ധത്തിൽ സ്വാതന്ത്ര്യം നേടി എന്ന് കരുതുന്ന ചിലർ ഇവിടെ ത്രിവർണ പതാകയും ഏന്തി നടക്കുന്നുണ്ട്. 3 വർണ്ണം 3 നിറം എന്ന് പറയുന്നത് അപശകുനമാണ്. അധികം വൈകാതെ ഇന്ത്യ കാവിക്കൊടി ഏന്തുക തന്നെ ചെയ്യും. ഈ ത്രിവർണ പതാകയെ ബഹുമാനിക്കുവാൻ ഒരു ഹിന്ദുവിനെയും ഞങ്ങൾ അനുവദിക്കുകയില്ല. ഇതും രേഖയാണ്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രകടിപ്പിച്ച ദേശീയ ബോധം, അല്ലെങ്കിൽ ദേശീയത, ദേശഭക്തി, രാജ്യസ്നേഹം, അതിന്റെ തെളിവാണിത്. ഇവരാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഇതാണ് വൈരുദ്ധ്യം. പിന്നെ ഏറ്റവും മൂർധന്യമായിട്ടുള്ള ഒരു ഉദാഹരണം എന്ന് പറയുന്നത് 1948 തന്നെയാണ്. മഹാത്മാഗാന്ധിയുടെ വധം തന്നെയാണ്. വാസ്തവത്തിൽ RSSന് ഒരു അഡ്രസ് ലഭിക്കുന്നത് മഹാത്മാഗാന്ധിയുടെ വധത്തോടെയാണല്ലോ. ആ വധത്തെ എത്രയൊക്കെ തള്ളി പറഞ്ഞിട്ടും, ഇന്നലെ ഞാൻ അവിടെ ആ വധത്തിൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് സർദാർ വല്ലഭായ് പട്ടേൽ ദേശീയ പ്രതീകമായി വരുന്നത് എന്ന് സൂചിപ്പിച്ചിരുന്നു. വാസ്തവത്തിൽ ഗാന്ധി വധത്തിന്റെ സന്ദർഭം ഉൾപ്പെടെ പട്ടേലിനെ ദേശീയ പ്രതീകമാക്കി മാറ്റുവാൻ ഇവരെ സഹായിക്കുന്നുണ്ട് എന്ന് കാണണം. ഇതൊക്കെ ചിലപ്പോ വളരെ പെട്ടെന്ന് സ്വീകരിക്കപ്പെട്ടെന്ന് വരില്ല. ഞാൻ ഈ പറയുന്ന കാര്യം, ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്നല്ലോ സർദാർ വല്ലഭായ് പട്ടേൽ ആ സമയത്ത്. 1998 ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകുന്ന ഒരു അഭിമുഖത്തിൽ നാഥുറാം വിനായക് ഗോഡ്സെയുടെ സഹോദരൻ ഗോപാൽ ഗോഡ്സെ പറയുന്നുണ്ട്, ഞങ്ങളാണ് ഗാന്ധിയെ കൊലപ്പെടുത്തിയത്, ഞങ്ങൾ RSSകാർ അതിൽ അഭിമാനിക്കുന്നു. കൊല്ലപ്പെടുന്നതിന് 20 ദിവസം മുമ്പ് മറ്റൊരു ഉദ്യമം ഞങ്ങൾ നടത്തിയിരുന്നു. മദൻലാൽ പഹ്വ എന്ന പേരുള്ള ഞങ്ങളുടെ പ്രവർത്തകൻ ഗാന്ധിയുടെ നേർക്ക് ബോംബെറിഞ്ഞു. പക്ഷേ ഗാന്ധി നിൽക്കുന്നതിനും 50 മീറ്റർ അകലെയാണ് ബോംബ് പതിച്ചത് എന്നുള്ളത് കൊണ്ട് ഗാന്ധി രക്ഷപ്പെട്ടു. 20 ദിവസം മുമ്പുള്ള കാര്യമാണ് പറയുന്നത്. ഗാന്ധി രക്ഷപ്പെട്ടു. ഞങ്ങൾ ആലോചിച്ചു, ഇനിയൊരു ഉദ്യമം പാഴാവാൻ പാടില്ല. ആ ഉദ്യമം എന്റെ സഹോദരൻ ഏറ്റെടുക്കുകയായിരുന്നു.
നാഥുറാം അല്ലായിരുന്നെങ്കിൽ മറ്റേതെങ്കിലും ഒരു RSS പ്രവർത്തകൻ അത് ഏറ്റെടുക്കുമായിരുന്നു എന്നും ഗോപാൽ ഗോഡ്സെ വ്യക്തമാക്കുന്നുണ്ട്. എന്തുകൊണ്ട് 20 ദിവസം മുമ്പ് രാഷ്ട്രപിതാവ് ആക്രമിക്കപ്പെട്ടപ്പോ, വധശ്രമത്തിന് വിധേയനായപ്പോ അദ്ദേഹത്തിന് വേണ്ടത്ര സുരക്ഷാ സൗകര്യം ഒരുക്കുവാൻ ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രി തയ്യാറായില്ല എന്ന ചോദ്യം അന്ന് ഉയർന്നതാണ്, പിന്നീട് തമസ്കരിക്കപ്പെട്ടതാണ്. ഇന്ന് വീണ്ടും നമ്മൾ ചോദിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് 182 അടി ഉയരത്തിൽ പ്രതിമ നിർമ്മിക്കപ്പെടുന്നു? അതാണ് ചോദ്യം. മഹാത്മാഗാന്ധി, നെഹ്റുവും പട്ടേലും തമ്മിലുള്ള തർക്കത്തിൽ ഹിന്ദു രാഷ്ട്രത്തിന് അനുകൂലമായ നിലപാടെടുത്ത പട്ടേലിന്റെ നയങ്ങളെ ഒന്ന് ശാന്തമാക്കുവാനും അദ്ദേഹം ഈ മിതവാദത്തിന്റെ പാതയിൽ സഞ്ചരിച്ചപ്പോ നെഹ്റുവിനോടും അനുനയ സമീപനം സ്വീകരിക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നടത്തിയ ചർച്ചയുടെ ഇടയിലാണ് ഈ കൊലപാതകം നടക്കുന്നത്. അപ്പൊ ആ ചർച്ച അതുമാത്രമല്ല മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊണ്ടു എന്നുള്ളത് കൊണ്ട് കൊല്ലപ്പെട്ട രാഷ്ട്രപിതാവ് ഹിന്ദു രാഷ്ട്രത്തിന് വേണ്ടി നിലകൊണ്ടില്ല എന്നതുകൊണ്ടാണ് കൊല്ലപ്പെട്ടത് എന്ന് നമ്മൾ തിരുത്തി പറയണം. മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊണ്ടു എന്ന് പറയുമ്പോൾ അത് വളരെ ലളിതമായിട്ടുള്ള ഒരു പ്രസ്താവനയായി പോകും. ഹിന്ദു രാഷ്ട്രത്തെ എതിർത്തു എന്നതുകൊണ്ടാണ് കൊല്ലപ്പെട്ടത്. ഹിന്ദു രാഷ്ട്രത്തിന് അനുകൂലമായിരുന്നു അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി പട്ടേൽ എന്ന് നമ്മൾ കാണണം. എന്തുകൊണ്ട് ഈ സുരക്ഷ ഒരുക്കുവാൻ അദ്ദേഹം രാജിക്കൊക്കെ ഒരുങ്ങിയല്ലോ. ആ സമയത്ത് രാജിക്കൊരുങ്ങുകയും ഒരുപാട് നിർബന്ധങ്ങൾക്കൊടുവിൽ ആ തീരുമാനം അദ്ദേഹം പിൻവലിക്കുകയും ഒക്കെ ആയിരുന്നു. അപ്പോ ഇത്തരം ചരിത്ര യാഥാർത്ഥ്യങ്ങളെ കൂടി ഇത് വെറുതെ ഒരു ചരിത്രരേഖയായി അവശേഷിക്കുകയായിരിക്കും. പക്ഷെ അതിൽ നിന്ന് നമുക്ക് കണ്ടെത്തേണ്ടത് ഇത്തരം വസ്തുതകളാണ്, തിരിച്ചറിവുകളാണ്. അറിവ് മാത്രമല്ലല്ലോ ചരിത്രം നമുക്ക് അറിവ് മാത്രമല്ല തരേണ്ടത്, തിരിച്ചറിവ് കൂടിയാണ്. ഈ തിരിച്ചറിവാണ് ഇന്നത്തെ കാലം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ സന്ദർഭത്തിൽ RSS നിരോധിക്കപ്പെടുകയും പിന്നീട് നിരോധനം പിൻവലിക്കപ്പെടുകയും ഒക്കെ ചെയ്തതിന്റെ ചരിത്രം നമുക്കറിയാം. പറഞ്ഞു വന്നത് ഇന്ത്യയുടെ ദേശീയതയിൽ, ഇന്ത്യയെ സംബന്ധിക്കുന്ന ഇന്ത്യ രാജ്യത്തോടുള്ള സ്നേഹത്തിൽ RSS എന്ന് പറയുന്ന സംഘടനയുടെ പങ്ക് എന്നതിനെക്കുറിച്ച്. ഇത് വൈരുദ്ധ്യം. ഇതാണ് ഇന്ന് രാജ്യസ്നേഹത്തിന് വേണ്ടി വാദിക്കുന്നവരുടെ ചരിത്രത്തിലെ പങ്ക്, സംഭാവന എന്ന് പറയുന്നത്. ഇതാണ് വൈരുദ്ധ്യം, ഇതാണ് വർത്തമാനകാലത്തെ യാഥാർത്ഥ്യം. ഇനി ഇവർക്ക് ഇത്തരം വാദങ്ങൾ മുന്നോട്ട് വെക്കുവാൻ അനുകൂലമായി നിൽക്കുന്ന ഘടകങ്ങൾ എന്ത്, അതിനോട് നമ്മൾ എടുക്കേണ്ട സമീപനം എന്ത് എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ അവസാനിപ്പിക്കാം. ഈ RSSന് അനുകൂലമായി നിൽക്കുന്നത് ഒരുപക്ഷെ ബ്രിട്ടീഷ് ഇന്ത്യയുടെ കാലത്ത് തന്നെ മഹാത്മാഗാന്ധി അടക്കം ഒരുപാട് എതിർത്തിട്ടുള്ള രാജ്യദ്രോഹത്തെ സംബന്ധിക്കുന്ന നിയമം തന്നെയാണ്. IPC 124A 1860 രൂപം കൊടുക്കുകയും ബ്രിട്ടീഷുകാർ രൂപം കൊടുക്കുകയും ആദ്യം ഒരു 10 വർഷത്തോളം കാലം അവർ തന്നെ അത് നടപ്പിലാക്കാതെ വയ്ക്കുകയും 1870 ഇന്ത്യയിൽ നടപ്പിലാക്കുകയും ചെയ്ത നിയമമാണ് IPC 124A എന്ന് പറയുന്നത്. അത് നടപ്പിലാക്കുമ്പോൾ പറഞ്ഞത് ഭരണകൂടത്തിനെതിരെയല്ല, രണ്ടാണല്ലോ, സർക്കാരിനെതിരെ പ്രതികരിക്കുവാൻ പ്രേരിപ്പിക്കുകയോ അഭിപ്രായങ്ങൾ പരസ്യമായോ രഹസ്യമായോ പ്രകടിപ്പിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണ് എന്നാണ് ആ നിയമം പറയുന്നത്. 1870 നടപ്പിലായ ഈ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ 1922 മഹാത്മാഗാന്ധി വിചാരണയ്ക്ക് വിധേയനാക്കപ്പെടുന്നുണ്ട്. ആ വിചാരണ സന്ദർഭത്തിൽ മഹാത്മാഗാന്ധി പറഞ്ഞത് ഇന്ത്യയിലെ പൗരരുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതിൽ നിലവിലുള്ള നിയമങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരനാണ് ഈ നിയമം എന്നാണ്. ഈ നിയമത്തെ സംബന്ധിച്ച് രാഷ്ട്രപിതാവിന്റെ അഭിപ്രായം 1922 സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ഇതായിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ചു. 1950 ഭരണഘടന, 1942 കഴിഞ്ഞ് 42 ഒരു കോടതി ഈ നിയമവുമായി ബന്ധപ്പെട്ട ഒരു വിചാരണ നടക്കുമ്പോൾ ഈ നിയമത്തെ അശാസ്ത്രീയം എന്ന് പരാമർശിക്കുന്നുണ്ട് ഇന്ത്യയിൽ തന്നെ. 1950 ഭരണഘടന സ്വീകരിക്കപ്പെടുമ്പോൾ പലതരത്തിലുള്ള ചർച്ചകൾ ഈ നിയമവുമായി ബന്ധപ്പെട്ട്, മറ്റു നിയമങ്ങളുമായി ബന്ധപ്പെട്ടുമുണ്ട്, ഈ നിയമവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും അധികം അതിനെ എതിർത്ത വ്യക്തി എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹം പറഞ്ഞു, എത്രയും വേഗം ഈ നിയമം ഇതിൽ നിന്ന് നീക്കുന്നുവോ അത്രയും നല്ലത്.
ധാരാളം അഭിപ്രായം അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് എതിരാണ് ഈ നിയമം എന്ന് അദ്ദേഹം പറഞ്ഞു. കാരണം ഭരണഘടന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകുന്നു. അത് മൗലിക അവകാശമായി കാണുന്ന ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് സർക്കാരിനെതിരെ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അതിനകത്ത് വൈരുദ്ധ്യമുണ്ടല്ലോ. ആ വൈരുദ്ധ്യം കൊണ്ട് തന്നെ ഇത് ഭരണഘടനാ ലംഘനമാണ് ഈ നിയമം എന്ന് പറയുകയാണ് അന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ചെയ്തത്. പക്ഷേ ദശാബ്ദങ്ങളോളം ആ നിയമം നിലനിന്നു. ആ നിയമമാണ് ഇന്ന് വളരെ സമർത്ഥമായി ദുരുപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ദുരുപയോഗിക്കാൻ സാധ്യതയുള്ള നിയമമാണ് അത് എന്ന് പറയുന്നു. പക്ഷെ ഈ നിയമത്തെ 1995-ലും 2015-ലും ഇന്ത്യയിലെ 2 കോടതികൾ 2 സന്ദർഭങ്ങളിൽ ഈ നിയമത്തെ പുനർവ്യാഖ്യാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞത് പൊതുസമൂഹത്തെ അസ്വസ്ഥമാക്കുന്ന വിധത്തിൽ, പൊതുസമൂഹത്തിന്റെ സുസ്ഥിരതയെ അസ്വസ്ഥമാക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളോ പ്രസ്താവനകളോ അഭിപ്രായങ്ങളോ പ്രകടിപ്പിക്കപ്പെട്ടാൽ ഈ നിയമം ഉപയോഗിക്കാവുന്നതാണ് എന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ പൊതുസമൂഹത്തിന്റെ സുസ്ഥിരതയെ അപകടപ്പെടുത്തുന്ന അസ്വസ്ഥമാക്കുന്ന വിധത്തിലുള്ള പരാമർശങ്ങളും പ്രസ്താവനകളും അഭിപ്രായ പ്രകടനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് ഭരണാധികാരികളല്ലേ. അവർക്കെതിരായിട്ടാണല്ലോ ഈ നിയമം ഉപയോഗിക്കപ്പെടേണ്ടത്. കോടതി തന്നെ പറയുന്നത് 2015-ലടക്കം കോടതി പറയുന്നു. അപ്പോ ഈ രീതിയിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ ഭരണകൂടത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിൽ വന്നവർ തന്നെ ജനാധിപത്യ മൂല്യങ്ങൾ, ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം ഭരണഘടന തന്നെ മാറ്റണം എന്ന് പറയുന്നവരാണ് എന്ന് നമുക്ക് ബോധ്യമുണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് ജനാധിപത്യത്തിൽ വിശ്വാസമുള്ളത് കൊണ്ട്, ആ ജനാധിപത്യ വ്യവസ്ഥയെ സംരക്ഷിക്കുവാൻ നമുക്ക് ഉത്തരവാദിത്തമുള്ളത് കൊണ്ട് നമുക്കിത് പറയാതെ നിവൃത്തിയില്ല. ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ ഈ രീതിയിലല്ല പറയേണ്ടത് എന്ന് നമ്മൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കേണ്ടി വരികയാണ്. ദേശീയ ഗാനം എഴുതിയ, ദേശീയ ഗാനത്തിന്റെ സ്രഷ്ടാവ്, ദേശീയതയെ കുറിച്ച് ഈ പറയുന്ന ദേശീയതയുണ്ടല്ലോ, നമ്മൾ ഉൾപ്പെടെ ഇപ്പോ രാജ്യസ്നേഹം എന്താണ് എന്ന് വ്യക്തമാക്കാൻ പറ്റിയിട്ടില്ല. എന്താണ് രാജ്യസ്നേഹം എന്ന് ചോദിച്ചാൽ അതിന് മൂർത്തതയില്ല എന്ന് ഞാൻ പറയുന്നു. ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കത്തക്ക വിധത്തിൽ പ്രയോഗിക്കപ്പെടേണ്ടതാണ്, വിനിയോഗിക്കപ്പെടേണ്ടതാണ് രാജ്യസ്നേഹം എന്ന് മാത്രമേ നമുക്കിപ്പോ പറയാൻ പറ്റൂ. കാരണം ദേശീയത, രാജ്യസ്നേഹം എന്നൊക്കെ പറയുന്നത് വളരെ ഒരു രൂപമില്ലാതെ നിൽക്കുന്ന സങ്കല്പങ്ങൾ. ഒരു ഭരണഘടന രൂപപ്പെടുമ്പോൾ ആ ദേശീയതയ്ക്കും രാജ്യസ്നേഹത്തിനും ഒരു രൂപം ഉണ്ടാവുകയാണ്. ആ ഭരണഘടനയെ ആസ്പദമാക്കിയാണ് പിന്നെ ദേശീയതയും രാജ്യസ്നേഹത്തെയും നമ്മൾ നിർവചിച്ചെടുക്കേണ്ടത്. ഇവിടെ ഭരണഘടനയെ തന്നെ തള്ളി പറയുകയാണ്, എന്നിട്ട് ദേശീയതയെ കുറിച്ച് സംസാരിക്കുകയും ചെയ്യുന്നു. അപ്പോ ദേശീയ ഗാനം എഴുതിയ ടാഗോർ ദേശീയതയെ കുറിച്ച് പറയുന്നത് വളരെ സങ്കുചിതമായ ഒരു ദേശീയതയിൽ, കേവലമായ ദേശീയതയിൽ എനിക്ക് വിശ്വാസമില്ല എന്നാണ്. രാജ്യസ്നേഹം എന്ന് അദ്ദേഹം പ്രയോഗിക്കുന്നുണ്ട്. രാജ്യസ്നേഹത്തെ, കേവലമായ രാജ്യസ്നേഹത്തോട് എനിക്ക് യോജിപ്പില്ല. ആ രാജ്യസ്നേഹത്തിന് അതല്ല എന്റെ ആത്മീയ അഭയം. ഇങ്ങനെയാണ് അദ്ദേഹം പ്രയോഗിക്കുന്ന വാക്ക്. എന്റെ ആത്മീയ അഭയം രാജ്യസ്നേഹമല്ല. എന്റെ ആത്മീയ അഭയം എന്ന് പറയുന്നത് മനുഷ്യവംശത്തിന്റെ നിലനിൽപ്പാണ്. മനുഷ്യവംശത്തിന് കോട്ടമുണ്ടാകുന്ന വിധത്തിൽ രാജ്യസ്നേഹത്തെ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഉപയോഗിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് മഹാനായ രവീന്ദ്രനാഥ ടാഗോർ. ദേശീയ ഗാനം, നമ്മൾ എഴുന്നേറ്റ് നിന്ന് രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്ന ദേശീയ ഗാനത്തിന്റെ സ്രഷ്ടാവ്, അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതാണ്. ആൽബർട്ട് ഐൻസ്റ്റീൻ അടക്കമുള്ളവർ കേവലമായ രാജ്യസ്നേഹത്തോട് എനിക്ക് വിയോജിപ്പാണ് എന്ന് പ്രസ്താവിച്ചിട്ടുള്ളവരാണ്. നിരവധി സന്ദർഭങ്ങൾ സാർവദേശീയ തലത്തിൽ തന്നെ പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ദേശീയതയെ, അതത് ദേശത്തെ സംബന്ധിക്കുന്ന, ദേശീയതയെ സംബന്ധിക്കുന്ന അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചിട്ടുള്ളവരാണ്. ഇതൊക്കെയും നമുക്ക് ആവശ്യമായി വന്നിരിക്കുന്നു. അതാണ് പുതിയ കാലം എന്ന് പറയുന്നത്. രാജ്യസ്നേഹത്തെ സംബന്ധിച്ച് വളരെ നിക്ഷിപ്തമായ താല്പര്യത്തോടുകൂടി, സങ്കുചിതമായ താല്പര്യത്തോടുകൂടി 2 ലക്ഷ്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട്, ഒന്ന് ഹിന്ദു രാഷ്ട്രം നിർമ്മിക്കുക, മറ്റൊന്ന് നവലിബറൽ സാമ്പത്തിക നയങ്ങൾ വളരെ സമർത്ഥമായി നടപ്പിലാക്കുക. അതിനെ നമ്മൾ കാണാതിരിക്കരുത്. പലപ്പോഴും നമ്മുടെ ചർച്ചകൾ സാംസ്കാരിക രംഗത്തായാലും രാഷ്ട്രീയ രംഗത്തായാലും ചർച്ചകൾ പോകുന്നത് ഈ വർഗീയതയെ, സാംസ്കാരിക ദേശീയതയെ സ്പർശിച്ചുകൊണ്ട് മാത്രമായി പോകുന്നുണ്ട്. അതിനെ ഉപയോഗിക്കുകയാണ്. അവിടെയാണ് ഇവർ വിജയിക്കുന്നത്, ഈ ഭരണകൂടം വിജയിക്കുന്നത്. അതിനിടയിലൂടെ വളരെ സമർത്ഥമായി നവലിബറൽ നയങ്ങൾ, മുതലാളിത്ത ആശയങ്ങൾ നടപ്പിലാക്കി മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇത് ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ഉപയോഗിച്ച അതേ തന്ത്രമാണ്. വർഗീയതയെ അവർ ഉപയോഗിച്ചു. ഇവിടെ വർഗീയതയെ ഉപയോഗിച്ചുകൊണ്ട്, ഒപ്പം ഈ വർഗീയ ശക്തിയാണ് അധികാരത്തിൽ ഇരിക്കുന്നത് എന്നതുകൊണ്ട് ഹിന്ദു രാഷ്ട്ര നിർമ്മാണം ഒരു ലക്ഷ്യമായി, മറ്റൊരു ലക്ഷ്യമായി അവർ മുന്നോട്ട് വയ്ക്കുന്നു എന്ന് കാണണം. ഈ 2 ലക്ഷ്യങ്ങളെയും തകർക്കുവാൻ ഉള്ള
കോപ്പ് EMS ഉപയോഗിക്കുന്ന അതിന് ആവശ്യമായിട്ടുള്ള കോപ്പ് ചരിത്രത്തിൽ നിന്ന് ഏറ്റെടുത്തുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് കണ്ടെത്തിക്കൊണ്ട് ദേശീയതയെ സംബന്ധിക്കുന്ന സങ്കുചിതമായ നിലപാടുകളെ തകർക്കുവാനും ഭരണഘടനയാണ് ആധികാരികം ഇന്ന് ഇന്ത്യയുടെ സാഹചര്യത്തിൽ. എല്ലാ കാലത്തും ഇന്ത്യ ഈ ഭരണഘടനയുമായി മുന്നോട്ട് പോകണമെന്ന അഭിപ്രായമൊന്നും വ്യക്തിപരമായി എനിക്കില്ല. ഈ ഭരണഘടന ആത്യന്തികമായി ഉത്തമമായിട്ടുള്ള ഒന്നാണ് എന്ന സങ്കല്പവുമില്ല. ഇന്നത്തെ ജനാധിപത്യ വ്യവസ്ഥയിൽ ആധികാരികമായി നമ്മൾ അനുസരിക്കേണ്ടുന്ന സംരക്ഷിക്കേണ്ടുന്ന ഇന്ത്യയിലെ പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ഏറ്റവും അധികം കാര്യക്ഷമമായി നമുക്ക് ആശ്രയിക്കാവുന്ന ഇന്ത്യയുടെ ഭരണഘടനയെ, അതിന്റെ മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം നമ്മളിൽ നിക്ഷിപ്തമാണ്, ജനാധിപത്യ വിശ്വാസികളിൽ നിക്ഷിപ്തമാണ്. അതിന് പര്യാപ്തമായ വിധത്തിൽ ചർച്ചകളും സംവാദങ്ങളും രൂപപ്പെടുത്തുവാനും ക്രിയാത്മകമായി തന്നെ സമൂഹത്തിൽ ഇടപെടുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്ന എളിയ അഭിപ്രായം അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുകയാണ്. അഭിവാദ്യം.